മൂലം, പൂരാടം, ഉത്രാടം, അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 12 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം 22-ാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷ ഫലപ്രകാരം പല മാറ്റങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. പലപ്പോഴും ഗ്രഹരാശി മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഗുണവും ദോഷവുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായി വന്നു ചേരുവാൻ ഇടയാക്കുമെങ്കിലും ഈ ഓഗസ്റ്റ് 22-ാം തീയതി ഈ 12 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഫലത്തിൽ വ്യക്തമാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച ഈ 12 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 12 നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ വജ്രയോഗം സിദ്ധിക്കുന്നതിനാലാണ്. സാക്ഷാൽ ദേവേന്ദ്രനാൽ പോലും തടുക്കുവാൻ കഴിയാത്ത ഭാഗ്യയോഗമായാണ് വജ്രയോഗം ജ്യോതിഷപരമായി കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ ഒരു ദിവസം നിങ്ങളിൽ രൂപം കൊള്ളുവാൻ പോകുന്ന ഭാഗ്യയോഗമാണ് വജ്രയോഗം. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി വജ്രയോഗം സിദ്ധിക്കുന്നതിനാൽ ഓഗസ്റ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച അതിവിശിഷ്ടമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വജ്രയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിനാൽ ഈ ഓഗസ്റ്റ് 22-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സമൃദ്ധിയുടെ അനുഭവങ്ങളും വളരെ വലിയ രീതിയിലുള്ള മാനസിക സന്തോഷവുമെല്ലാം തന്നെ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നതായാണ് ഫലത്തിൽ കാണുന്നത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം ഉൾപ്പെടുന്ന ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ മാനസിക സ്ഥിതി വളരെ മോശമാണ്. ഒരു കരിങ്കല്ലെടുത്ത് നെഞ്ചത്ത് വെച്ച അവസ്ഥയിൽ വീർപ്പ് മുട്ടി ഓരോ നിമിഷവും തള്ളി നീക്കുന്ന ചില വ്യക്തികളാണ് ഇപ്പോൾ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളും വ്യക്തിജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഭാവിയെപ്പറ്റി നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായി വളരെയധികം ഞെരുക്കം അനുഭവിക്കുകയും കടബാധ്യതകൾ ഒന്നിനുമേലൊന്നായി അധികരിക്കുകയും ചെയ്യുന്നതിനാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇതിലുണ്ട്. എന്നാൽ ധനുരാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഈ ഭാഗ്യത്തെ തടുക്കുവാൻ ആരാലും കഴിയില്ല എന്നുള്ളതാണ്. നിമിഷ സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം ഈ ഓഗസ്റ്റ് 22-ാം തീയതി വ്യാഴാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടാക്കടങ്ങളായി കിടന്നിരുന്ന ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, കുട്ടികളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി വഴികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ വളരെയധികം മനസ്സ് വിഷമിച്ച് ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വജ്രയോഗം മഹാഭാഗ്യമാണ് നൽകുന്നത്. അതായത് നിങ്ങളുടെ തലമുറകളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സാമ്പത്തിക വഴികൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് മാത്രമല്ല, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ നേട്ടങ്ങൾ കാണുവാനുള്ള യോഗവും
നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടും നിങ്ങൾക്ക് മാനസികമായി വളരെയധികം സന്തോഷവും ആരോഗ്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ വജ്രയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കൈവരുന്നത്. ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച വജ്രയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണോ ഇപ്പോൾ നിലനിന്ന് വരുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ വജ്രയോഗത്താൽ വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി ആത്മവിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയും അതുപോലെ തന്നെ ആ കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി വളരെയധികം കാര്യതടസ്സങ്ങളും നേരിട്ട് വന്നിരുന്ന മേടം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് 22 ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയും. മാത്രമല്ല അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കഴിവിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് സ്വയം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമൊക്കെ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മേടം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഏറ്റവും അധികം മികവ് കാഴ്ചവെക്കുവാനും നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും ഈ ഒരു ദിവസം യോഗം കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തന മികവ് തെളിയിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കഴിയുന്നതിലൂടെ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ചില ഉയർച്ചകളും ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ആരോഗ്യപരമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വജ്രയോഗം സിദ്ധിക്കുന്നതിലൂടെ ഒരു മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഏറ്റവും ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇനി അങ്ങോട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഭാഗ്യവും ഇതോടെ കൈവരും. ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരു മേടം രാശിയിൽ പിറന്ന വ്യക്തിയെങ്കിലും ഉള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ധനവർദ്ധനവും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച വജ്രയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സ്വപ്നങ്ങളും ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളാകട്ടെ, നിങ്ങൾ മുൻപ് കണ്ടിരുന്ന ചില സ്വപ്നങ്ങളെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാമ്പത്തികമായി ചില തടസ്സങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളും പലപ്പോഴും നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നാൽ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വജ്രയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റികളും അകന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. സാമ്പത്തികമായൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ചില പ്രതിസന്ധികളും
കടബാധ്യതകളിൽ കുരുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് മാനസിക സമ്മർദ്ദത്തിലാകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ചില നേട്ടങ്ങളും സാമ്പത്തികമായ ഉന്നമനങ്ങളും കർമ്മമേഖലകളിലെ ഉയർച്ചയുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ പോവുകയാണ്. ഇനി അതുപോലെ തന്നെ പുനർപഠനത്തിന് വേണ്ടി ശ്രമിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വളരെയധികം മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വിദേശയാത്രാ യോഗം ഉണ്ടാവുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും. അതായത് ചിങ്ങം രാശിയിൽ പിറന്ന മക്കളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന അനുഭവമായിരിക്കും ചിങ്ങം രാശിക്കാരുടെ മാതാപിതാക്കൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ ചില ധനവരവുകളും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയും ആരോഗ്യത്തിൽ ഏറ്റവും മികച്ച അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി നാലാമതായി വജ്രയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ ഓഗസ്റ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകളാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ് സത്യം. അത്രയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ണുനീരുമെല്ലാം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്നു. എന്നാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളുമെല്ലാം നിങ്ങളുടെ മാത്രം ഉള്ളിലൊതുക്കി കഴിയുവാനാണ് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രപഞ്ചശക്തിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വജ്രയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഇരട്ടിയായി ഉണ്ടാവുകയും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയം സമ്മാനിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച പല കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളുടെ പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിരുന്ന സ്വർണം, പണം, മറ്റുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇനി അതുപോലെ തന്നെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയില്ലാത്തതിനാൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വരുന്ന ചില കുംഭം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുള്ള സമയമാണിത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉയർച്ചയിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബവും ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ മക്കളെ പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മക്കളെ പറ്റി വളരെയധികം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ സ്നേഹവും മക്കളുടെ ജീവിതത്തിലെ ഉയർച്ചകളും കാണണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വജ്രയോഗം സിദ്ധിക്കുന്നതോടെ മക്കളുടെ സ്നേഹവും കരുതലും അനുഭവിക്കുവാനും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ കാണുവാനുള്ള യോഗവും കൈവരും. അതോടൊപ്പം തന്നെ കുംഭം രാശിക്കാർക്ക് പൊതുവെ മികച്ച ആരോഗ്യസ്ഥിതിയും
സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച വജ്രയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില ശുഭകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.